എന്റെ കൃഷ്ണ, നീ അറിഞ്ഞോ? തന്ത്രിക്ക് ജാമ്യം കിട്ടി കേട്ടോ. 41 ദിവസം തികഞ്ഞപ്പോ കക്ഷി പുറത്തിറങ്ങി. അതിനെന്താ മണികണ്ഠ, 41 ദിവസം നിന്റെ ഒരു മണ്ഡലകാല വ്രതം നോറ്റതാണെന്ന് കരുതിയാ പോരെ? അങ്ങേക്ക് പിന്നെ എന്ത് കാര്യത്തിനും ഈ കള്ളച്ചിരിയാണല്ലോ. എന്റെ സ്വർണം പോയത് തന്നെ. അയ്യോ മണികണ്ഠ, കലിയുഗമല്ലേ. സ്വർണത്തിന് താഴെ ഇരുന്നാൽ നിനക്ക് ചൂടെടുക്കുമെന്ന് കരുതി കാണും. അങ്ങനെയാവും അവര് കുറച്ചെടുത്ത് മാറ്റിയത്. കളിയാക്കല്ലേ കൃഷ്ണ. എന്റെ തിരുവാഭരണം വരെ ഇപ്പൊ സേഫ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചുറ്റുമുള്ളവരെല്ലാം കള്ളന്മാരല്ലേ. അതിപ്പോ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും സംശയമുണ്ട് മണികണ്ഠ. ഓരോ ദിവസവും അപ്രകാരമുള്ള വാർത്തകളല്ലേ കേൾക്കുന്നത്. കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നത് കാരണം ഓരോരുത്തർ പുറത്തിറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ആ പാവങ്ങൾ അകത്ത് കിടന്ന് കഷ്ടപ്പെട്ടേനെ. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മണികണ്ഠ? നിയമം എല്ലാവർക്കും ഒന്നല്ലേ. പിന്നെ സ്വാധീനമുള്ളവർക്ക് ചില വിട്ടുവീഴ്ചകൾ. ഇനിയിപ്പോ പുറത്തിറങ്ങിയവർ തെളിവ് നശിപ്പിക്കില്ലേ? അതാണല്ലോ എല്ലാവരുടെയും പേടി. തെളിവ് നശിപ്പിക്കാനോ അതിനൊക്കെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? എല്ലാം പണ്ടേ ശുദ്ധി വരുത്തി കാണും. എല്ലാം നിന്റെ ഒരു ലീലാവിലാസം. എനിക്ക് കാനനവാസം മതിയായിരുന്നു. ഈ സ്വർണ്ണകൊള്ളക്കിടയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇനിയൊരു നിവർത്തിയേ ഉള്ളൂ. നമുക്ക് സ്വർണത്തിന് പകരം ഇമിറ്റേഷൻ ഗോൾഡ് ഉപയോഗിക്കാം. അതാകുമ്പോ ഇവന്മാർ അടിച്ചോണ്ട് പോവില്ലല്ലോ.